നിങ്ങൾ വിചാരിക്കും ഹാർഡ് ക്വസ്റ്റ്യൻ ആണ് റാങ്ക് ഉണ്ടാക്കുന്നത്. അല്ല, മീഡിയം ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ തെറ്റാനും പാടില്ല, മീഡിയം ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം കിട്ടാൻ വേണം. അങ്ങനെ നമ്മൾ ടോപ്പർ ആവുന്നത്. അല്ലാതെ ഹാർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമല്ല ആരും ഇതാവുന്നത്. എൽവിയിലെ ഒരു കുട്ടി പറയുന്ന ഒരു ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണൈസിസ് എന്ന് പറഞ്ഞ വലിയ വാക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് വലിയ പക്ഷെ നമ്മളൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഇത് സിമ്പിൾ. ഓരോ വരി ഒരു ചോദ്യമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന രൂപത്തിൽ വായിച്ചു തുടങ്ങിയാൽ നല്ല മാറ്റം നിങ്ങൾക്ക് സ്കോറിൽ കാണാൻ പറ്റും. അപ്പൊ എവല്യൂഷൻ വൈസ് നല്ല ക്വാളിറ്റീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ എവല്യൂഷൻ വൈസ് നമുക്ക് ഒരിക്കലും കിട്ടൂല. അപ്പൊ പല സാധനങ്ങളും നമ്മൾ മഗ്ഗപ്പ് ചെയ്യുന്നതിന് പകരം അവിടെ ലോജിക്കലി എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണ് അവിടുത്തെ പോസിബിലിറ്റി, അത് തന്നെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മളൊക്കെ MBBS പഠിക്കുമ്പോഴും പലതും നമ്മുടെ MBBS നീറ്റ് വിജിൽ എൻട്രൻസിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എൻട്രൻസ് ചെയ്തു ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് പുറത്തോട്ട് പോകണം വെച്ച് എന്താ പറയാ, പുറത്തോട്ട് പോകണ്ട. അത് തന്നെ കാരണം ഇതിന്റെ പ്രശ്നം ഫോമോ ആണ്, എല്ലാവരും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. സോ ഹലോ ഗൈസ്, ഡോക്ടർ തബ്ഷീർ ഹിയർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് യൂട്യൂബിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സീരീസിന്റെ പേര് ഇൻസൈറ്റ്. അപ്പൊ ഈ സീരീസ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് യൂട്യൂബ് കമന്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് സ്റ്റുഡൻസ് അയക്കുന്ന ചില ടൈപ്പ് മെസ്സേജസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പ്രിപ്പറേഷൻ സമയത്ത് ഫേസ് ചെയ്യുന്ന ചില പർട്ടിക്കുലർ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കമന്റ് ഉണ്ടാവും, സാറേ ഞങ്ങൾ എത്ര പഠിച്ചിട്ട് എത്ര എക്സാം എഴുതിയിട്ട് മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല. അതേപോലെ പല കുട്ടികളും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഒരേ കാര്യമാണ്. അപ്പം ഇത് ഓരോരുത്തർക്കും റിപ്ലൈ ആയിട്ട് നമ്മൾ മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇത് പ്രോപ്പർലി ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല പ്രോബ്ലംസും അഡ്രസ് ചെയ്യാൻ മാത്രമുള്ള വിവരം എനിക്കില്ല. ഫോർ എക്സാമ്പിൾ ചിലർ ചോദിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. സത്യം പറയാലോ, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ഫുള്ള് മറന്നുപോയി. അതുപോലെ ബയോളജി NCERT എങ്ങനെ വായിക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സത്യമാണോ കെമിസ്ട്രി ഞാൻ പഠിച്ചിട്ടുണ്ട്, ബയോളജി NCERT ഒക്കെ ഞാൻ വായിച്ചതാണ്, പക്ഷെ ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ പല പ്രോബ്ലംസും അഡ്രസ് ചെയ്യാനുള്ള ഒരു വിവരം എനിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അതത് ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ചാനലിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻസും കൂടി അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് ഇൻസൈറ്റിന് പേരിട്ടതും. സോ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബയോളജി എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഹൗ ടു റീഡ് ബയോളജി NCERT. സോ ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളെ കൂടെ ഉള്ളത് ഡോക്ടർ അസ്ലക് ആണ്. സോ അസ്ലക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ബയോളജി ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. സോ നമുക്ക് അസ്ലക്കിനെ വീഡിയോയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. സോ ഹായ് അസ്ലക്. അപ്പോ അസ്ലക് എന്ന് പറയുമ്പോൾ ഈ പേരും അതുപോലെ ഈ മുഖവും നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് പല ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ ബയോളജി ക്ലാസ് എടുക്കുന്ന ആളാണ്. സോ അസ്ലക്, വൺസ് അഗൈൻ വെൽക്കം ടു ദി സീരീസ്. താങ്ക് യു. തബ്ഷീർ ക നമുക്ക് വളരെ പ്രിയപ്പെട്ട സീനിയർ ആണ്. അപ്പൊ ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. തബ്ഷീർ ഓൾറെഡി ഇങ്ങോട്ട് ജസ്റ്റ് എന്നെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് എന്റെ MBBS പഠനം പൂർത്തിയാക്കുന്നത്. 2017 ഞാൻ ആദ്യമായിട്ട് നീറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്ത് 2018 MBBS അഡ്മിഷൻ കിട്ടുന്നത്. 2019 തൊട്ടാണ് ഞാൻ എന്റെ നീറ്റ് ഫീൽഡിലേക്കുള്ള അധ്യാപനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് നീറ്റിന് ഒരുപാട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ ആയിട്ട്. എന്തായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക്സ് ആദ്യം പറയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബയോളജി എങ്ങനെ പഠിക്കാം. എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് ബയോളജി. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ 2024 നീറ്റ് നമ്മൾ കണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കിന്റെ കാര്യത്തിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കണ്ടു. ഓരോ ചോദ്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വലിയ, എനിക്ക് തോന്നുന്നു 710 കിട്ടിയ കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഈ ഒരു നീറ്റിന് മാത്രമേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നമ്മുടെ നീറ്റിൽ സ്കോറിംഗ് ആയിട്ടുള്ള ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആയ ബയോളജിയാണ് ഇന്ന് തബ്ഷീർ അഡ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ബയോളജിയിൽ ഓരോ ചാപ്റ്ററിൽ ഓരോ വരിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബയോളജി പഠിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് സംശയങ്ങളൊക്കെ തബ്ഷീർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം തബ്ഷീർക്ക് എന്തൊക്കെയാ ചോദിക്കാന്നുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ബയോളജി പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഒരേപോലെ എഴുതി വെച്ച സാധനങ്ങൾ കുറെ അതേപോലെ നമ്മൾ വിഴുങ്ങിയിട്ട് കാണാപ്പാടം പഠിച്ച് അതുപോലെ എഴുതിയേക്കേണ്ട സബ്ജക്റ്റ് ആണ്. പഠിച്ചാൽ പല സാധനങ്ങളും മറന്നുപോകും. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ ബേസിക്കലി എങ്ങനെയാണ് ബയോളജിയിൽ അഡ്രസ് ചെയ്യുക? ബയോളജി എന്ന് പറയുമ്പോൾ ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഇപ്പം അതിലും ഫാക്ച്വൽ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അധികം അതിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ ആയിരിക്കും എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു എൻട്രൻസ് എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അവിടെ അവർ നോക്കുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ഇതൊരു എക്സ്ക്ലൂഷൻ ആണ് ഇവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരാളെ തെറ്റിച്ച് എങ്ങനെ പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ട്രെൻഡ്. അല്ലാതെ വിവരം അളക്കുന്ന എക്സാം അല്ലല്ലോ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരുപാട് പേര് 25 ലക്ഷം പിള്ളേരൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും അതിൽ ഒരു തെറ്റൊക്കെ ആയിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം അതിലിപ്പോ നമുക്ക് ഓൾമോസ്റ്റ് +1 +2 ബോട്ടണി സുവോളജിയിലായിട്ട് 10ഓളം യൂണിറ്റിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതില് അധിക ചാപ്റ്റേഴ്സ് ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് കൂടുതലാണെങ്കിലും വെറും ഫാക്ട് മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ബയോളജിയെ സംബന്ധിച്ചുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് കൺസെപ്റ്റൽ ആയിട്ടുള്ളത് ഉണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് പല കുട്ടികളും മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് ഫിസിക്സും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറെ ഇക്വേഷൻസ് ഒക്കെ വെച്ച് അത് കോൺസെപ്റ്റിൽ പഠിക്കേണ്ടതും ബയോളജി ഫുള്ള് മഗ്ഗപ്പ് ചെയ്യേണ്ട ഒരു വിഷയം എന്നാണ് പല കുട്ടികളും ധരിച്ചു വെച്ചിട്ടുള്ള സംഭവം. അല്ല, എനിക്കൊന്ന് ട്രെൻഡിൽ വലിയ മാറ്റം വന്നിട്ട് ഇപ്പം അതേപോലെ ടെസ്റ്റ് ലൈൻ എടുത്ത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന രൂപമൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ലോജിക്കലി ഉപയോഗിച്ചിട്ട് ഇപ്പം ഒരു പാഠത്ത് തന്നെ 2 ഭാഗത്ത് പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരുമിച്ച് ചോദിക്കുന്ന രീതിയൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഈ പ്ലാന്റ് കിങ്ഡത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സെൽ യൂണിറ്റ് മൈറ്റോകോൺട്രിയെ കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ക്ലോറോപ്ലാസ്റ്റ് വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻ ഈ കൊല്ലമൊക്കെ വന്നിരുന്നു അങ്ങനത്തെ. അതൊക്കെ പ്രതീക്ഷിക്കാം. അതേപോലെ ബയോടെക്നോളജിയിലാണെങ്കിലും കൺസെപ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അവിടെയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പക്ഷെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനൊരു ഫാക്ച്വൽ സബ്ജക്ട് ആണ്, ഇത് ബോറിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നീറ്റിന് ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കിത് എന്തായാലും പഠിക്കണം, ഇഷ്ടപ്പെട്ട് പഠിക്കണോ കഷ്ടപ്പെട്ട് പഠിക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തീരുമാനം. എന്തായാലും ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചു. എനിക്കൊന്ന് ആ മൈൻഡ് സെറ്റ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മൈൻഡ് സെറ്റ് വൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് റെഡി ആവണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം എനിക്കിത് എന്തിനോ വേണ്ടി പഠിക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. പഠനത്തിന്റെ സമയത്ത് ഒരു വലിയ മേജർ ചങ്ക് ടൈമും നമ്മൾ ചിലപ്പോൾ ബയോളജിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഫിസിക്സിന് കൊടുക്കുന്ന അത്രയും ബ്രെയിൻ പവർ ഒന്നും യൂസ് ചെയ്യണമെന്ന് വരില്ല. പക്ഷെ റിവിഷൻ കൊടുക്കുന്നതുകൊണ്ട് നഷ്ടമല്ല, ഇടുന്ന ഇൻപുട്ട് നമുക്ക് അത്രയും റിസൾട്ട് തരുന്ന ഒരു സബ്ജക്ട് ആണ് ബയോളജി. നമുക്കറിയാം അത്രയും 720 വലിയൊരു വെയിറ്റേജ് ഇതിന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബയോളജി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ബോറിംഗ് ആവാൻ കാരണം അതിങ്ങനെ പലപ്പോഴും അധ്യാപകരൊക്കെ പറയാം ഒരു വിധത്തിൽ. ഇപ്പം സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു എക്സാം വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഇന്ന ടോപ്പിക് മാത്രം. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്. NCERT ഡിസൈൻ ചെയ്ത ഒരു ഭംഗി തന്നെ അതാണ്. കാരണം അതിന്റെ ഒരു ഓർഡർ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എവിടേക്കോ അതിന് പ്രോപ്പർ 10 യൂണിറ്റിലായിട്ട് അത്രയും ചാപ്റ്റേഴ്സ് വരുമ്പോ അതിന്റെ ഇനീഷ്യൽ ചാപ്റ്റർ എടുക്കുകയാണ് നമുക്കറിയാം ലിവിംഗ് വേൾഡും തുടങ്ങി ഇങ്ങനെ മെല്ലെ മെല്ലെ ഫസ്റ്റ് ഇങ്ങനെ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറെ ജീവികളുണ്ട്, ലോകത്തിലെ സംഭവങ്ങളുണ്ട്. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ പ്ലാന്റ് കിങ്ഡം എന്താണ്, ആനിമൽ കിങ്ഡം എന്താണ്, അങ്ങനെ പോയി മനുഷ്യന്മാരിൽ എത്തി. പിന്നെ സെല്ല് തുടങ്ങി, സെല്ലിൽ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ പ്ലാന്റ് ഫിസിയോളജി പഠിച്ച്, ഹ്യൂമൻ ഫിസിയോളജി പഠിച്ച് അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജി അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രകൃതി സുരക്ഷയും എക്കോളജി എന്നുള്ള എലമെന്റും ഒക്കെ വരുന്ന. അതായത് അതിന്റെ ഒരു ബിഗർ സെൻസിലേക്ക്, അതായത് എന്താണ് ഒരു ജീവി എന്ന് പഠിപ്പിച്ച്, സെല്ലിനെ പഠിപ്പിച്ച്, പിന്നെ പുതിയ ടെക്നോളജി ഒക്കെ അവസാനം ആ ജീവിയുടെ ഒരു മൂല്യമൊക്കെ സംസാരിക്കുന്ന രൂപത്തിൽ NCERT അവസാനിക്കുന്നത്. എക്കോളജിയെ കുറിച്ചും ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെയാണ് അവസാനം NCERT. ഒരു വെൽ ക്രാഫ്റ്റഡ് ബുക്കാണ്. അതായത് എല്ലാവരും ബയോളജി ആണ് ഇപ്പൊ ഒരു കുട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ലേൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിലോട്ട് ബേസിക് തുടക്കം NCERT ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ MBBS പഠിക്കുമ്പോഴും പലതും നമ്മുടെ MBBS നീറ്റ് വിജിൽ എൻട്രൻസിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മൾ എൻട്രൻസിൽ എഴുതും. ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. ചില സാറുമാർ ഇപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് NCERT ലെവലിൽ ചെയ്യാവുന്ന. ജെനറ്റിക്സിലൊക്കെ ചില എലമെന്റ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ATGC എന്നൊക്കെ പറയുമ്പോൾ അഡിനിൻ തൈമിൻ, ആ ബന്ധമൊക്കെ നമ്മൾ എത്ര അതെ മ്യൂട്ടേഷൻ ആണെങ്കിലും ഏത് മ്യൂട്ടേഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ അതൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡൈജസ്റ്റബിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. മാത്രമല്ല ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് പലർക്കും ചോദിച്ചാൽ ഹൗ ടു റീഡ് NCERT. ആ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ഒരു അപ്രോച്ച് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അതായത് നമ്മളൊരു വരി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിലൊരു ചോദ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഉദാഹരണത്തിന് ഒരു 4-year-old ഗേൾ ആണ് ആദ്യമായിട്ട് മറ്റേ നമ്മുടെ ബയോടെക്നോളജിയിലുണ്ട്. 4-year-old ഗേൾ ആണ് നമ്മൾ ഈ തെറാപ്പിക്ക് വിധേയമാകുന്നത്. അത് അഡിനോസിൻ ഡിഅമിനേസിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ട്. സ്കിഡ് എന്ന് പറയും, സീവിയർ കമ്പൈൻഡ്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നുണ്ട് ബയോടെക്നോളജിയിൽ. ടെക്സ്റ്റ് ബുക്കിൽ അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ടേം ഒന്നും അവിടെ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. നമ്മളത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. സ്കിഡ് എന്ന് പറഞ്ഞ ടേം ഒന്നും ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അത് കമ്പൈൻ ആണ്, കൂടെ വരുന്ന ഇൻഫർമേഷൻ ആയതുകൊണ്ട്. പക്ഷെ ഇതിൽ ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ വയസ്സ് മാറ്റിയിട്ടാണ്. അപ്പൊ 4-year-old ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം, ഓക്കെ ഇതിന്ന് എന്ത് ചോദ്യം ഉണ്ടാക്കാം ഈ വരും. സ്വാഭാവികമായിട്ട് വയസ്സ് മാറ്റാം, സെക്സ് മാറ്റാം, ഗേൾ മാറ്റി ബോയ് ആക്കാം. ആ ഒരു എലമെന്റിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്.
ഇപ്പൊ ഇൻസുലിൻ ഉണ്ടാക്കിയ കൊല്ലം, എല്ലിലി എന്ന് പറയുന്ന കമ്പനിയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കമ്പനിയുടെ പേര് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആവാം. ആ ഇൻസുലിൻ കണ്ടുപിടിച്ച വർഷം ഒരു ചോദ്യമാവാം. ഇപ്പൊ സെൽ ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പർ ഇത്ര പെർമിയബിൾ ആണെന്ന് പറയും. ഓക്കെ, ഇത് ഇത്ര പെർമിയബിൾ ആണെന്ന് പറയുമ്പോൾ അതിന്റെ പെർമിയബിലിറ്റി മാറ്റിയിട്ട് ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അതാണ് നമ്മൾ ആലോചിക്കണം. അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ചിലപ്പം പലപ്പോഴും നമുക്ക് അതിലൊരു ശരിക്കും നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ ഒരു ഇൻഫർമേഷൻ വായിച്ചാൽ പലപ്പോഴും അതൊന്നും ഉള്ളോട്ട് എടുക്കില്ല. ബ്രെയിൻ എടുക്കും പോകുന്നല്ലാതെ അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഇനി നിങ്ങൾ NCERT ആ ബയോടെക്നോളജി വായിക്കുമ്പോൾ 4-year-old കാണുമ്പോൾ ഇങ്ങനെ സംഭവം അങ്ങനെ വരാലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് കിട്ടും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരും. അങ്ങനെ വരണമെങ്കിൽ ശരിക്കും നമ്മൾ NCERT ഓരോ വരിയും ഒരു ചോദ്യമായിട്ട് തന്നെ കണ്ട് വായിക്കണം. അതാണ് ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്ന മെയിൻ കാര്യം. ഓരോ വരി ഒരു ചോദ്യമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന രൂപത്തിൽ വായിച്ചു തുടങ്ങിയാൽ നല്ല മാറ്റം നിങ്ങൾക്ക് സ്കോറിൽ കാണാൻ പറ്റും. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ ഇപ്പം അസ്ലേക്ക് പറഞ്ഞല്ലോ, അതായത് നമ്മളിപ്പം ഓരോ വരി വായിക്കുമ്പോൾ ചോദ്യം പോലെ വായിക്കണം. അപ്പൊ എന്നോട് ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ കുട്ടികൾ ചോദിക്കാറുണ്ട്, ബയോളജി NCERT വായിക്കുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോമൺ കാര്യം എന്താ വെച്ചാല്, നമ്മൾ ബയോളജി NCERT എന്തായാലും നീറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ വട്ടം വായിക്കും. അപ്പൊ ഈ ഫസ്റ്റ് വായനയിൽ തന്നെ ഇത് കണ്ട് ഈ കളർ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, ഈ കളർ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക, ഇങ്ങനെ എല്ലാം അണ്ടർലൈൻ ചെയ്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ റിവിഷൻ സമയത്ത് വരുമ്പോൾ നോക്കുമ്പോൾ ഇതിൽ ഏതാ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാവില്ല. കാരണം എല്ലാവരും മൊത്തം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ എനിക്കൊരു സജഷൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് റീഡിംഗും സെക്കൻഡ് റീഡിംഗിലും മാക്സിമം അണ്ടർലൈനിങ്ങും ഹൈലൈറ്റിംഗ് ഒക്കെ കുറക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇംബൈബ് ചെയ്യാനുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ഉള്ളിലോട്ട് ഇംബൈബ് ചെയ്തിട്ട് നമ്മൾ സബ്സിക്വന്റ് റീഡിംഗിൽ നമ്മൾ വരുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ ഈ ക്വസ്റ്റൻ ആയിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ എപ്പോഴും മറന്നു പോകുന്നത്, അപ്പൊ ആ സാധനം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നീറ്റിന്റെ തലേന്നൊക്കെ എടുത്ത് റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ അവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. സോ അത് നമുക്ക് NCERT വായിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ കാര്യം എന്താ വെച്ചാല്, ഇപ്പം ഈ പലർക്കുള്ള ഡൗട്ടാണ്, ഇപ്പം +1 +2 ആയിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഒരുപോലെ തന്നെയാണോ വായിക്കേണ്ടത്? അല്ല, കാരണം ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഓരോ ചാപ്റ്റർ ഓരോ പോലെയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ +1 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, നമുക്കറിയാം അത് അധികവും ഫാക്ച്വൽ ആണ്. അതിൽ കൺസെപ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചില എക്സാമ്പിൾസ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക സ്ട്രക്ചർ പ്രത്യേക കിങ്ഡം തൊട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കൺസെപ്റ്റ് ആണ്. പക്ഷെ എക്സാമ്പിൾസ് ഉണ്ട് അവിടെ. അപ്പൊ അതാണ് പറഞ്ഞത്, ചില എല്ലാ ചാപ്റ്ററും നമുക്ക് ഫാക്ച്വൽ മാത്രം പറയാൻ പറ്റുന്ന ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഇപ്പൊ എല്ലാവരും ആനിമൽ കിങ്ഡം ഫാക്ച്വൽ എന്ന് ചോദിക്കും. പക്ഷെ അതിൽ തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഇപ്പൊ നോട്ടോ കോഡ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ വേർട്ടബിൾ കോഡ് എവിടെയാണ്, ബ്രെയിൻ എവിടെയാണെന്ന് അറിഞ്ഞാല് ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനിൽ ഉത്തരം കിട്ടും. കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത്തരം ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പേരുകൾ ചിലപ്പോൾ നമ്മൾ വേറെ എഴുതി വെക്കേണ്ടി വരും. ചിലപ്പം NCERT പല സ്ഥലത്തായിട്ട് എക്സാമ്പിൾ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് മാത്രം വായിക്കേണ്ടി വരും. പക്ഷെ അതേസമയം നമ്മൾ ബയോടെക്നോളജിയിലേക്ക് പോകുമ്പോൾ അത് മൊത്തം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. അത് കൺസെപ്റ്റ് ആയിരിക്കും. കാരണം RNA ഇന്റർഫറൻസ് ഒക്കെ വരുമ്പോൾ അവിടെ നമുക്ക് കൺസെപ്റ്റ് ആയിരിക്കും അറിയേണ്ടത്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, നമ്മൾ ചോദിക്കണം. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ പോകേണ്ടി വരാം. ഉദാഹരണത്തിന് സെൽ യൂണിറ്റിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ മൈറ്റോകോൺഡ്രിയ ഉള്ളത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, അത് സർക്കുലർ DNA ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇയ്യോ എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പൊ അവിടെ ചിലപ്പോൾ നമുക്ക് കൺസെപ്റ്റ് വേണ്ടി വരും. കാരണം നമുക്കറിയാം DNA RNA എന്തോ അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ സർക്കുലർ RNA, സർക്കുലർ DNA, പിന്നെ സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. അവിടെയാണ് നമുക്ക് കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പം എല്ലാത്തിനും ഒരേപോലെ അല്ല, ഫാക്ച്വൽ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മോർഫോളജി, ഇതൊക്കെ കുറെ എക്സാമ്പിൾസ് ഒക്കെ വരുന്നതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എന്തായാലും അതുപോലെ പേരുകളൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷെ ഹ്യൂമൻ ഫിസിയോളജിയിലൊക്കെ വരുമ്പോഴേക്കും ഫുൾ കോൺസെപ്റ്റൽ കൺസെപ്റ്റലാണ്. കാരണം ആ ഒരു പ്രൊസീജിയർ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇപ്പൊ എഡിറ്റ് ചെയ്ത് ഡൈജഷൻ ഒന്നും ഇപ്പൊ ഇല്ല. ഉള്ള ചാപ്റ്റേഴ്സ് ലോക്കോമോഷൻ ആണെങ്കിൽ അതിൽ മസിൽ കോൺട്രാക്ഷൻ ഒക്കെ നമ്മൾ സ്റ്റെപ്പ് അറിഞ്ഞാൽ മാത്രം നമുക്ക് ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ലാബിലൊക്കെ നടക്കുന്ന സംഭവമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ 8 എല്ലുണ്ടെന്നുള്ളതാണ് എനിക്ക് എന്റെ കയ്യിൽ തന്നെ നോക്കി പഠിച്ചു വെക്കാം, ഇവിടെ ഇങ്ങനെ 8 എല്ലാണുള്ളതെന്നുള്ളത്. അപ്പം ഇത് ഈ ഫുൾ ഈ ഹ്യൂമൻ ഫിസിയോളജിയിലോട്ടൊക്കെ വരുമ്പോൾ ഇത് മൊത്തം കോൺസെപ്റ്റൽ ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി അങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളൊരു എന്താ ഒരു പത്രമൊക്കെ വായിക്കുന്ന പോലെയാണ്. ഇതിൽ വായിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വലിയൊരു ഓവർവ്യൂ ആണ്, മൊത്തം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പലപ്പോഴും അവിടെ കൊല്ലങ്ങൾ ഉണ്ടാവും, വെന്യൂ ഉണ്ടാവും, പിന്നെ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ മീറ്റപ്പ് നടന്നു, അതൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിളി സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നു, അപ്പൊ അതൊക്കെ ആയിരിക്കും കഥ പറയാം. ഒരു എക്സാമ്പിൾസ് ആയിരിക്കും. ഇപ്പം എവല്യൂഷൻ അങ്ങനത്തെ കുറെ ചാപ്റ്റേഴ്സിലും വരുമ്പോൾ ഓരോന്നും ആ ഒരു അപ്രോച്ച് ഡിഫറെന്റ് ആണ്. ശരിക്കും നമുക്ക് ഒരേപോലെ ഒന്നിനെയും കാണാൻ പറ്റും. സബ്ജക്ട് വൈസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് വേണം. അതെ, അതായത് ഇപ്പൊ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ചിലപ്പോൾ ഒരു യൂണിറ്റ് തന്നെ പല രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവാം. ഇപ്പൊ സെൽ യൂണിറ്റ് ഓഫ് ലൈഫും ബയോമോളിക്യൂൾസിലും ഒരുമിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാം നമുക്ക് ഒരേ ഇതുകൊണ്ട് വെടിവെക്കാന്ന് കരുതുന്നത് പറ്റത്തില്ല. നമ്മൾ അതിന് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ബുള്ളറ്റ്സ് ഉണ്ട്. അതേപോലെ വെടിവെച്ചാൽ അത് വർക്ക് ചെയ്യുള്ളൂ. അതിന്റെ അൾട്ടിമേറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റീഡിങ്ങിനേക്കാൾ കൂടുതൽ പലപ്പോഴും എല്ലാവരും വായിക്കും. റിവിഷൻ ആണ് എല്ലാവർക്കും പോകുന്ന ഏരിയ. അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഫാക്ട്സ് ആണെങ്കിൽ കൂടുതൽ റിവൈസ് ചെയ്യണം, കൺസെപ്റ്റ് ആണെങ്കിൽ അത് ഓർമ്മയിലുണ്ടോ നോക്കണം. അപ്പം ഓരോ യൂണിറ്റും ഓരോ പോലെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്. തഫ്സീറിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ബയോളജി അപ്രോച്ച് ചെയ്തിരുന്നത് ആ ഒരു പഠനകാലത്തൊക്കെ?
അതായത് ബേസിക്കലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാറുണ്ട്, ബയോളജിയിൽ പല സാധനങ്ങളും സ്റ്റേറ്റ്മെന്റ് ലേണിംഗ് ആ രീതിയിൽ പഠിക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ എവല്യൂഷൻ വൈസ് നല്ല ക്വാളിറ്റീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അത് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ എവല്യൂഷൻ വഴി നമുക്ക് ഒരിക്കലും കിട്ടൂല. അപ്പൊ പല സാധനങ്ങളും നമ്മൾ മഗ്ഗപ്പ് ചെയ്യുന്നതിന് പകരം അവിടെ ലോജിക്കലി എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണ് അവിടുത്തെ പോസിബിലിറ്റി, അത് തന്നെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല സമയങ്ങളിലും ഇപ്പം ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിച്ചു, ഇപ്പൊ ഈ ട്രിപ്സിനോജൻ എന്തിനാണ് ഇനാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നത്, അതിന് മര്യാദയ്ക്ക് ട്രിപ്സിനായിട്ട് തന്നെ ഉണ്ടാക്കി കൂടെ, എന്തിനാ വെറുതെ ഇനാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പൊ അത് പാങ്ക്രിയാസിന്റെ ഉള്ളില്, പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധ എല്ലാ ഓർഗൻസും പ്രോട്ടീൻസാണ് ഉണ്ടാക്കിയത്. അപ്പൊ പാങ്ക്രിയാസിനകത്ത് തന്നെ ഈ ട്രിപ്സിൻ അതിന്റെ ആക്റ്റീവ് ഫോമിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പാങ്ക്രിയാസ് തന്നെ നശിപ്പിക്കും. അപ്പൊ അതിന് വേണ്ടി അപ്പൊ അവിടെയാണ് ആ ലോജിക് വരുന്നത്. അപ്പം ഇത് ഇനാക്റ്റീവ് ഫോമിൽ ഇതിന് സിന്തസൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വർക്ക് ചെയ്യേണ്ട വയറ്റിൽ എത്തുമ്പോൾ മാത്രമേ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ സാധനം സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിൽ അത് മഗ്ഗപ്പ് ചെയ്യുന്നതിന് പകരം അതിന്റെ ബാക്കിലുള്ള റീസൺ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കുക. സോ എന്റെ സാറൊക്കെ പറയാറുണ്ട്, അതായത് നമുക്ക് ബയോളജി പഠിക്കാൻ നമുക്ക് ഇംഗ്ലീഷിനെക്കാളും കൂടുതൽ അറിയേണ്ടത് ഗ്രീക്കും ലാറ്റിനും ആണെന്നുള്ളത്. ഇപ്പൊ പല വാക്കുകളും അല്ലെ, ഇപ്പം ചിലതിന് എപ്പിത്തീലിയം, എൻഡോത്തീലിയം, കുറെ അർത്ഥങ്ങൾ. ഇപ്പൊ ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ് എന്നൊക്കെ പറയുന്ന പോലെ, കൺജക്ടിവൈറ്റിസ് എന്നൊക്കെ പറയുന്ന പോലെ മുന്നത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു അഡിനോ വൈറസ് ഒക്കെ പറയുന്ന പോലത്തെ ചിലത് റൈനൈറ്റിസ് പറയും, പിന്നെ കൺജക്ടിവൈറ്റിസ് ഒക്കെ പറയുന്നത്. അപ്പം ഓരോ ടേമിന് മീനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതൊക്കെ അറിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ആ പേര് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഡീകോഡ് ചെയ്യാൻ പറ്റും ആ പേര്. നമുക്ക് അറിഞ്ഞു വെച്ചിട്ട് ഇപ്പൊ എപ്പി എന്ന് പറഞ്ഞ മുകളിലാണ്, എൻഡോ എന്ന് പറഞ്ഞ ഉള്ളിലാണ്, പെരി എന്ന് പറഞ്ഞ ചുറ്റുമാണ്. ബാക്ടീരിയ ഫേജ് പഠിക്കുന്നുണ്ട്. ബാക്ടീരിയ ഫേജ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഫേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഫേജിനെ കഴിക്കുന്ന വൈറസ്. അങ്ങനെ ഇപ്പം ചിലർ മറ്റേ ഇവർ ഇത് കണ്ടു, സ്പെൽവിയിലെ ഒരു കുട്ടി പറയുന്ന ഒരു ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയസിസ് എന്ന് പറഞ്ഞ വലിയ വാക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് വലിയ, പക്ഷെ നമ്മളൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഇത് സിമ്പിൾ ആണ്. ഇതിന്റെ സ്പെല്ലിംഗ് പറയാനേ ഒരു ബേസിക് ബയോളജി പഠിച്ച കുട്ടിക്ക് പറ്റും. ന്യൂമോണോ എന്ന് പറഞ്ഞാൽ ലങ്സിനോട് റിലേറ്റഡ്, അൾട്രാ എന്ന് പറഞ്ഞാൽ ചെറുത്, മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് വെച്ച് നോക്കാൻ പറ്റുന്ന അത്രയും ചെറുത്, സിലിക്കോ വോൾക്കാനോ, സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്ക ഡസ്റ്റ്, വോൾക്കാനോ കോണിയോസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാധിക്കുന്ന അസുഖം. ബേസിക്കലി ഇത്ര. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് പറയുള്ളൂ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കലും ബയോളജി പഠിച്ചൊരു കുട്ടിക്ക് ഇത് വലിയൊരു സംഭവമല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അർത്ഥം. സോ സ്റ്റുഡൻസ് പലപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്, അതായത് NCERT ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം ഒരുവിധമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. NCERT പുറത്തോട്ട് പോകണമെന്ന് വെച്ചാൽ എന്താ പറയാ, പുറത്തോട്ട് പോകണ്ട തന്നെ. കാരണം ഇതിന്റെ പ്രശ്നം ഫോമോ ആണ്, എല്ലാവർക്കും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. അപ്പൊ ഇത് കാണും, അത് കാണും, യൂട്യൂബിൽ എന്തെങ്കിലും നോക്കുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണും, NCERT ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ. മക്കളെ നമുക്കറിയാം നിങ്ങളുടെ ആഗ്രഹം, ഞാൻ നിങ്ങളുടെ ആഗ്രഹം ചെറുതാക്കി കാണല്ലോ, നിങ്ങളുടെ ആഗ്രഹം MBBS സീറ്റ് ആണ് എന്നൊക്കെ. ഇപ്പൊ എയിംസ് ഡൽഹിയിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഓക്കെ, പുറത്തൊക്കെ വായിച്ചത് ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞൂടാ, കാരണം അത്രയും ടൈം ഉണ്ടോന്ന് അറിയില്ല, അത്രയും കണ്ണിങ് ഒക്കെയാണ്, അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ നോർമലി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പുറത്തു പോകരുത്. കാരണം നമുക്കറിയാം ഈ 720 നമുക്ക് ബയോളജിയിൽ ഫുൾ മാർക്ക് മാക്സിമം പോയാൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പക്ക പുറത്തുനിന്നുള്ള രൂപത്തിൽ വന്നെങ്കിലായി. അങ്ങനെ ചോദിക്കാറുണ്ടോ പുറത്തുനിന്ന്? ഇപ്പൊ പോയിട്ടുണ്ട്. ഇല്ലല്ലോ. പക്ഷെ കോമഡി എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ വിവരം ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് പുറത്താണല്ലോ എന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ ഓപ്ഷനിൽ ബാക്കി മൂന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, 4മത്തേക്ക് ഉത്തരം. അങ്ങനെ വരുന്ന രൂപത്തിലും സംഭവിക്കാറുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് പുറത്തുനിന്ന് പറഞ്ഞാൽ വിടുന്നതല്ല അതിന്റെ രീതി. ചിലപ്പോൾ നിങ്ങൾ അതിന്റെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ലൂപ്പ് ഹോൾ അവിടെ ഉണ്ടാവും. ഇനി ഇപ്പൊ നമുക്കറിയാം ഇപ്പം കുറെ വിവാദങ്ങളൊക്കെ ആയതാണ്. ഇനിയിപ്പോ അടുത്ത എല്ലാവരും ചോദിക്കും 2025 നീറ്റ് ടഫ് ആയിരിക്കും. നമുക്കറിയില്ല, നമ്മൾ ആരും വല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇനി ടഫ് ആണെങ്കിൽ തന്നെ എത്ര ടഫ് ആക്കാൻ പറ്റും? ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഇതിന്. ഇപ്പൊ ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല, എന്തായാലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബയോളജി എന്നുള്ളതിൽ നിന്ന് വേറെ ഒന്നും ചോദിക്കില്ല. ഇനിയിപ്പോ ഒരു 50 ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 50 ക്വസ്റ്റ്യൻ ഔട്ട് ചോദിക്കുന്നു വിചാരിക്കാം, ആർക്കും കിട്ടാത്ത ക്വസ്റ്റ്യൻ അതിന് നീറ്റിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല. ഉദാഹരണത്തിലേക്കാണ് ക്യുലെക്സ് മൊസ്കിറ്റോയുടെ ചിറകിന്റെ സ്പീഡ് എത്ര, നിങ്ങളത് പഠിച്ചു. അടുത്ത പോലെ അനോഫിലിസിന്റെ സ്പീഡ് എത്ര നോക്കാം, നമുക്കത് പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും ടോപ്പർ ഓൾ ഇന്ത്യ റാങ്ക് 1ന്റെ മാർക്ക് 716 എന്തുകൊണ്ട്? അല്ലെങ്കിൽ 716 എന്ന് പറയും, ഈ ക്വസ്റ്റ്യൻ വിട്ടു ആ കുട്ടി. അപ്പൊ എത്ര മാർക്ക് വരും? 716 വരുള്ളൂ. അപ്പൊ 716 ആ കുട്ടിയുടെ റാങ്ക്, അതാണ് 1ാം റാങ്ക്. അപ്പൊ ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ വിട്ടപ്പോ 1ാം റാങ്ക് തന്നെ. ആ ക്വസ്റ്റ്യൻ വെറും യൂസ്ലെസ് ആണെങ്കിൽ പറയാം, ഒരു ഡിവിഷനും വരുത്താതെ. കാരണം ഒരു ക്വസ്റ്റ്യന്റെ പർപ്പസ് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ നോക്കലാണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ ആണെങ്കിൽ ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ വേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും അർത്ഥമില്ല. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ അതിനെ കുറിച്ച് അധികം ബോധവടാവണ്ടെന്നുള്ളത്. നിങ്ങൾ NCERT പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ NCERT ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ കിട്ടാതാവുമ്പോഴാണ് നിങ്ങൾ സങ്കടപ്പെടേണ്ടതും നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാം, വേണമെങ്കിൽ അനോഫിലിസിന്റെ സ്പീഡോ ക്യുലെക്സിന്റെ സ്പീഡോ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് ആർക്കും ഉത്തരം കിട്ടില്ല, ആർക്കും ഉപകാരമില്ല. അപ്പൊ അതുകൊണ്ട് NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്.
ഓക്കെ. പിന്നെ നമുക്കിപ്പോ ബേസിക്കലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ NCERT വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേണ്ടത്. അതായത് ഏത് പോയിന്റിലാണ് നമ്മൾ MCQs പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്നുള്ളത്? ഇവിടെ കുറെ ടൈപ്പ് അപ്രോച്ച് എടുക്കുന്ന കുട്ടികൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു 4-5 കൊല്ലമായതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള നമ്മൾ കാണാറുണ്ട്. പല സെന്ററിൽ പല രൂപത്തിലാണ്. ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒക്കെ ടൈം ടേബിൾ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ടെങ്കിൽ പലതും പല രൂപത്തിലാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാവും, സെന്ററിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് മെയിൻലി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി ടൈമിൽ നിങ്ങൾ ചാപ്റ്റർ വായിക്കാൻ ഒരു സമയം കൊടുക്കണം. ഒരു ചാപ്റ്റർ പഠിച്ചു. ഉദാഹരണത്തിന് ഞാനിപ്പം മോർഫോളജിയോ അല്ലെങ്കിൽ അനിമൽ കിൻഡോ ഞാൻ പഠിച്ചു. പഠിക്കുക എന്ന് പറയുന്നത് എവിടുന്നാണ്? ചിലപ്പോൾ യൂട്യൂബിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഇവരെ ആപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു സെന്ററിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചോദ്യം അന്ന് തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആ ഒരു ദിവസം ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം, തപ്ഷീർക്ക് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തിരിച്ച് ടെക്സ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അണ്ടർലൈനിങ്ങോ ഹൈലൈറ്റിങ്ങോ ചെയ്യാം. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് റീഡ്. ആദ്യം വായിക്കുന്നു, അതിന്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് ബുക്ക് തപ്പിപ്പോണ്ട ആവശ്യമില്ല. ആ ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ബേസിക് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അതിന് ഏറ്റവും നല്ലത് PYQ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കറിയാം 2018 തൊട്ടാണ്, ഇപ്പൊ നമ്മളൊക്കെ 2017 തൊട്ടാണ് നീറ്റ് തന്നെ. 2016 ഫേസ് 1 ഫേസ് 2 ഒക്കെ ആയിട്ട് നടത്തിയിരുന്നു. അപ്പൊ 2017 അല്ലെങ്കിൽ 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മതി. 18, 19, 20, 21, 22, 24 ഒരു 7 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിന് നിങ്ങളുടെ ചാപ്റ്ററിന് മാക്സിമം പോയാൽ ഒരു 7x3 കൂട്ടും, 23, 30, 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം? ബയോളജി അല്ലേ, ഒരു പരിധി ഇല്ലേ? അപ്പൊ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ച് ആ ചാപ്റ്ററിന്റെ 2018 തൊട്ട് 2024 വരെയുള്ള ചോദ്യം മാത്രം ചെയ്യാം. അതൊരു 40-50 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ള ഒരു ചാപ്റ്റർ. അത് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇതിൽ ഇവിടെയൊക്കെയാണ് ഫോക്കസ് വന്നിട്ടുള്ളത്. നമ്മൾ ചില ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്കറിയാം, സെല്ലൊക്കെ എടുക്കുമ്പോൾ മൈറ്റോകോൺട്രിയ ഒക്കെ അതിന്റെ സ്ഥിരം ആളാണ്. മൈറ്റോകോൺട്രിയ. അതേപോലെ തന്നെ ഈ ബയോടെക്നോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജെലക്ട്രോഫോർസ് ഒക്കെ ഉണ്ട്. അതിൽ എത്തിരിയം ബ്രോമൈഡും അതിന്റെ നീല കളറൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന, ആ നീല കളറാണോ മഞ്ഞ കളറാണോ? അപ്പൊ ചില ഏരിയാസ് നിങ്ങൾ ഇങ്ങനെ കോറായിട്ട് കാണും. അത് അതേപോലെ ഈവൻ നീറ്റിന്റെ കഴിഞ്ഞൊരു 4 കൊല്ലത്തെടുത്ത PCR സ്റ്റെപ്പ് എത്ര തവണ വെച്ചിട്ടുള്ളത്? PCR സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിനാച്ചുറേഷൻ, അനീലിംഗ്. അത് അങ്ങനെ തന്നെ ചോദിക്കും. അത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതൊക്കെ എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ചോദ്യം നമുക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഹാർഡ് ക്വസ്റ്റ്യൻ ആണ് റാങ്ക് ഉണ്ടാക്കുന്നത്. അല്ല, മീഡിയം ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ തെറ്റാനും പാടില്ല, മീഡിയം ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം കിട്ടുകയും വേണം. അങ്ങനെ നമ്മൾ ടോപ്പർ ആവുന്നു. അല്ലാതെ ഹാർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമല്ല ആരും ഇതാവുന്നത്. ഈസി ക്വസ്റ്റ്യൻ പോകുന്നു, നല്ല രൂപത്തിൽ റാങ്ക് താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ PYQ ഫസ്റ്റ് സെറ്റ് ആയിട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നു. ഒരു 3-4 ചാപ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരുമിച്ച് മറ്റു ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നത് നന്നാവും. കാരണം നല്ല ബുക്കുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ബ്രദറിന്റെ പഴയ ബുക്ക്, അങ്ങനത്തെ ബുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഒരു ചേഞ്ച് ഇൻ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഓതേഴ്സ് ഒക്കെ ഒരേ ഔട്ടൊന്നും എഴുതുന്ന രീതി കുറഞ്ഞിട്ടുണ്ട്. ചില ബുക്കിൽ തന്നെ ഇപ്പൊ പലപ്പോഴും ക്ലാസിഫിക്കേഷൻ ആണ്. ഇങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻ, മീഡിയം ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് NCERT അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ കൊടുക്കുന്ന ബുക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഏത് ബുക്കും ഏതെങ്കിലും ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എനിക്ക് അധികം ഞാൻ ഫിംഗർ ടിപ്സ്, NCERT ഫിംഗർ ടിപ്സ് ഒക്കെ പറഞ്ഞ നല്ല ബുക്കാണ്. ഒരുപാട് ഫാക്കൽറ്റീസ് പറയാറുണ്ട്, അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അതിന്റെ 100% ഫുള്ള് വായിച്ചു നോക്കി ക്ലാരിറ്റി ഒന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങളിപ്പം എന്തായാലും വീട്ടിൽ നിന്ന് സ്വയം പഠിക്കുന്ന ആളുകൾ കുറവായിരിക്കും. മിക്കവാറും എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം പല ഡോപ്പ ആണെങ്കിലും എജുപോർട്ട് ആണെങ്കിലും സൈലം ആണെങ്കിലും ബ്രില്യന്റ്, എവിടെയാണ് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. അവിടുത്തെ ഫാക്കൽറ്റീസിനെ യൂസ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും 100% കറക്റ്റാന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കുറെ സ്ഥലത്തേക്ക് ഇപ്പോഴും റിവ്യൂ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മക്കളെ ആ ഒരു സെന്ററിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നല്ലോണം യൂസ് ചെയ്യാം. അതാണ് നിങ്ങൾ ഏറ്റവും പ്രൈമറി ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഫോമോ അടിച്ചിട്ട് 10 മെറ്റീരിയൽ വാങ്ങി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. NCERT ഫിംഗർ ടിപ്സ് നല്ലതാണ്, അത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം, അത് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് നിങ്ങളുടെ ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, NCERTയിലെ ഓരോ പാരഗ്രാഫും ഒരു ചോദ്യമാക്കി നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സാധനം വേണം. അപ്പോഴാണ് ഇത് ഇങ്ങനെ ചോദിക്കാലേ എന്നൊരു തോന്നൽ നമുക്ക് വേണ്ട. അത്രേ ആ ബുക്കിനൊക്കെ പറ്റുള്ളൂ. ബാക്കി നമ്മൾ തന്നെ ഉള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ബേസിക്കലി നമ്മളിപ്പോ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇതേപോലെ ഏതെങ്കിലും മെറ്റീരിയൽസ് സാധനങ്ങൾ ഇതാക്കുക. പിന്നെ നമുക്ക് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ചോദ്യം, ഞാൻ ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്ററിൽ ചോദ്യം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ബുക്ക് റിവിസിറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമുക്ക് തെറ്റി എന്നുള്ള കാര്യം നോക്കി റിവിഷൻ പ്രോപ്പർ സൈക്കിളായിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാതെ ഓരോന്നിനും വായിക്കാൻ നിൽക്കുമ്പോൾ അത് തീരൂല. നമ്മളൊരു ചാപ്റ്ററിന് ഒരു ഫ്ലോയിൽ പോവുക, അത് ഫസ്റ്റ് റീഡ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റീഡിലേക്ക് പോകുക. കാരണം നിങ്ങൾ എക്സാം എടുക്കുമ്പോൾ അവസാനത്തെ 1 മാസം നമ്മളിത് വായിക്കണം, അവസാനത്തെ ഒരാഴ്ചയിൽ നമുക്കിത് വായിക്കണം, അവസാനത്തെ ആ ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് റീഡും കൂടി പോയി കിട്ടണം. ഒരാഴ്ച 3 ദിവസം കൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ആ റീഡ് കിട്ടണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ വലിയൊരു എക്സാമിന് പോകുമ്പോൾ ഞാൻ അവസാനമായിട്ട് കഴിഞ്ഞ മാസമാണ് ഒരു ചാപ്റ്റർ കണ്ടതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വായിക്കണമെങ്കിൽ തഫ്സീർക്ക് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വരിയും വരയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് അത് വരയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കുറച്ച് ചെറിയ നോട്ട്സും വേണം. നോട്ട്സ് ഞാൻ പറഞ്ഞ വെച്ചാൽ അധികവും കൊല്ലങ്ങൾ
അതേപോലെ ആളുകളുടെ പേരുകൾ, ഏറ്റവും volatile ആയിട്ടുള്ള സാധനങ്ങൾ. കണ്ടുപിടിച്ച ആളുകൾ, ഇതൊക്കെ പക്ഷെ ഇപ്പത്തെ കാലത്ത് ഇതെല്ലാം അവൈലബിൾ ആണ്. വെറുതെ ഗൂഗിളിൽ അടിച്ചാല് പലരും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് PDF ഒക്കെ ഗൂഗിളിൽ വെറുതെ അവൈലബിൾ ആണ്. ചുമ്മാ അടിച്ചു നോക്കുക, കിട്ടും. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നോട്ടിന്റെ സൈഡിൽ വെക്കാം. ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ ആവശ്യമില്ല. കാരണം നമ്മുടെ തലയിൽ തോന്നാവുന്ന എല്ലാ ബുദ്ധിയും ആരുടെ തലയിലൊക്കെ തോന്നി നേരത്തെ എവിടെയോ തോന്നിയിട്ടുണ്ടാവും. എത്തിയിട്ടുണ്ടാവും. പല സെന്ററുകളും അത് ഓൾറെഡി റിലീസും ചെയ്തിട്ടുണ്ട്. ഇപ്പം NCERT ഡേറ്റുകൾ മാത്രം, ആ. അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആളുകള്, നോട്ടബിൾ പേഴ്സൺ, നോട്ടബിൾ ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ സാധനം ഗൂഗിളിലുണ്ട്. ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാം സ്ട്രക്ചർ കിട്ടും. മറ്റേത് നമ്മൾ പല സ്ഥലത്തല്ലേ പല കൊല്ലങ്ങൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ NCERT മൊത്തം ഒരു ടൈം ലൈൻ കിട്ടിയ പോലെ ഉണ്ടാവും. ഇങ്ങനെ വന്നു, സെല്ല് കണ്ടുപിടിച്ചു, വന്നു, ബയോടെക്നോളജി വന്നു, റിസെക്ഷൻ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, അങ്ങനെ ഓർഡറിൽ പോകുന്ന സാധനമൊക്കെ PDF ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി പഠിക്കാം. അത് റിവൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതാണ് റിവിഷന്റെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യം പറയുമ്പോ ഇപ്പൊ ഞാനിപ്പോ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ആനിമൽ കിങ്ഡത്തില് നമ്മളിപ്പോ ഓരോ ഫൈലും പഠിക്കുമ്പോൾ ഈ പോരിഫറ ഇപ്പൊ ഒന്ന് ബൈലാറ്ററൽ സിമെട്രിക്കൽ, അടുത്തത് മറ്റെന്താ പറയാ റേഡിയൽ സിമെട്രിക്കൽ, ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ബൈലാറ്ററൽ സിമെട്രി വരുന്ന ഫൈലംസ് ഏതാണെന്ന് പഠിച്ചു വെക്കാം. അതായത് ഓരോ ഫൈലത്തിൽ ഇത് ബൈലാറ്ററൽ ആണോ റേഡിയൽ ആണെന്ന് പഠിക്കുന്നതിന് പകരം ബൈലാറ്ററൽ വരുന്ന ഏതാണ്, റേഡിയൽ വരുന്ന ഏതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈലാറ്ററൽ സിമെട്രി അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്റെ മനസ്സിലോട്ട് വരേണ്ട ഒരു 3-4 ഫയൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാം. മറ്റേ നമ്മൾ ബൈലാറ്ററൽ സിമെട്രി കാണുമ്പോൾ ഓരോ ഫൈലത്തിൽ ആലോചിക്കുക ഇത് ബൈലാറ്ററൽ ആയിരുന്നു, ഇത് റേഡിയൽ ആയിരുന്നു. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന് പകരം നേരെ തിരിച്ചു പഠിച്ചു വെക്കാം. അപ്പൊ അങ്ങനെ അതാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവിംഗ് സമയത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട സ്കില്ല്. നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല എഴുതാൻ പോകുന്നത്. അപ്പൊ ഒരു MCQ എക്സാം നോക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവിംഗ് ആ ഒരു തോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ പഠിക്കാം. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മിനിമം സമയത്തിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചു വെക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. എസ്പെഷ്യലി മാച്ച് ദ ഫോളോയിങ്. നമുക്കറിയാം ബയോളജിയിൽ നിങ്ങളുടെ സമയം ആകെ പോക്കാൻ എക്സാമിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം മാച്ച് ദ ഫോളോയിങ് ഇടുക എന്നുള്ളതാണ്. ഇക്കൊല്ലം നീറ്റ് എളുപ്പമായി എന്ന് കുറെ കുട്ടികൾ പറയാൻ കാരണം വെച്ചാൽ ഈ മാച്ച് ദ ഫോളോയിങ് ഭയങ്കര സിമ്പിൾ ആയി പോയി. അത് ഒന്ന് മാച്ച് ചെയ്ത് ഒന്ന് കിട്ടുന്ന പോലെ. പക്ഷെ അത് എപ്പോഴും എക്സ്പെക്ട് ചെയ്തോളന്നില്ല. നല്ല രൂപത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് അറിഞ്ഞ് ക്വസ്റ്റ്യൻ ഇടുന്ന ആളാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ അയാൾ എല്ലാത്തിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നീറ്റ് PG എക്സാമിനെ കാണാം, നമുക്ക് അറിയുന്ന എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ല, ഒരിക്കലും കിട്ടില്ല. ഇവരുണ്ടെങ്കിൽ ഉത്തരം കിട്ടുള്ളൂ. അതേപോലെയൊക്കെ അവർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കില്ല് വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ ഇപ്പൊ എന്താ NCERT വായിച്ചാൽ പോരെ, ക്വസ്റ്റ്യനും NCERT തന്നെ അല്ലേ, ഈ വായിച്ച തന്നെ അല്ലേ, അപ്പൊ എന്താ. പക്ഷെ ചെയ്തു നോക്കിയാൽ നമുക്ക് ആ സ്കില്ല് അല്ലെങ്കിൽ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു ഇത്ര സമയം കൊണ്ട്, 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് അത് തീർക്കണം എന്നൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് അലോട്ട് ചെയ്ത ടൈമിന്റെ ഉള്ളിൽ ഇത് തീർന്നാലേ ബാക്കി സമയം ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫിസിക്സിൽ എന്തായാലും നമുക്ക് റീവിസിറ്റ് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ ന്യൂമറിക്കൽസിൽ സ്റ്റക്ക് ആയി നിന്നതോ, അല്ലെങ്കിൽ ഓക്കെ അത് അറിയാം പക്ഷെ ഇതൊന്ന് ചിന്തിക്കാൻ കുറെ ടൈം വേണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. നമുക്ക് പലപ്പോഴും ആ സമയം തീരുന്നത് ബയോളജിയാണ്. ബയോളജി എത്ര എളുപ്പത്തിൽ വൃത്തിയിൽ തീർന്നോ, ഞാൻ പറഞ്ഞ സ്പീഡ് ചെയ്ത് തെറ്റിക്കണം എന്നല്ല, വൃത്തിയിൽ തീർന്നോ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സ്കില്ല് ക്വസ്റ്റ്യൻ ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ഒരിക്കലും നമുക്കത് കിട്ടുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നത് പല ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻസ് കുട്ടികൾ കാണുമ്പോൾ തന്നെ ഉത്തരം ഇട്ടു പോകും, പക്ഷെ പിന്നീട് വരുമ്പോഴാണ് അത് മണ്ടത്തരം പറ്റുക. കാരണം അതിലെ ഓരോ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫോളോയിങ് ആണോ, എക്സെപ്റ്റ് ആണോ, തെറ്റാണോ, ശരിയാണോ. ചിലത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കും, ഓപ്ഷനിൽ നമുക്ക് അറിയാം, നമ്മളത് കുത്തും, നമ്മൾ മാർക്ക് ചെയ്യും. പക്ഷെ കുറച്ചായിട്ട് നോക്കുമ്പോൾ അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. അതിന്റെ താഴത്ത് വേറെ ഉണ്ടാവും. ഇപ്പൊ അസേഷൻ റീസൺ പോലെ ട്രെൻഡ് വരുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ അത് നമ്മൾ അപ്രോച്ച് ചെയ്യാതെ ഒരിക്കലും നമുക്കത് കിട്ടില്ല. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം, നമ്മൾ എത്ര ബുക്ക് വായിച്ചാലും നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. സൈക്കിൾ കയറി ഇരുന്ന് ഓടിച്ച് വീണ് തന്നെ പറ്റണം, അല്ലാതെ ഒരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. ടൈം മാനേജ്മെന്റ് പഠിക്കും, പ്രഷർ മാനേജ്മെന്റ് പഠിക്കും. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം. കാരണം ഞാൻ കുട്ടിയോട് പറയാറുണ്ട്, ബയോളജി മാത്രമായിട്ട് മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യരുത്. നമ്മൾ പറയില്ല ഗ്രാൻഡ് ടെസ്റ്റ് പോലെ, നിങ്ങൾ എല്ലാ ആ ഒരു എക്സാം പാറ്റേണിൽ തന്നെ എക്സാം എഴുതുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരു മിനിമം ഒരു 10-30 പ്രാവശ്യമെങ്കിലും അവരത് എഴുതണം, എന്നാലേ പറ്റൂ. അത് എനിക്കൊന്ന് എല്ലാ ആപ്പിലും ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് ഗ്രാൻഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം സെന്ററിൽ ഇരിക്കുന്ന പോലെ അത്രയും മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് എഴുതി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ പ്രഷർ മനസ്സിലാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോ ഓൺലൈനാണ് എക്സാം വരാൻ പോകുന്നത്, ഇപ്പം പുതിയ ട്രെൻഡ് ആയിരിക്കും, ഓഫ്ലൈൻ മാറും എന്നൊക്കെ പറയുന്നുണ്ട്, കൺഫർമേഷൻ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അത്രയും മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല, പറ്റൂല. കാരണം നമ്മൾ കുറച്ചേ നമുക്ക് മടുക്കും. അത് യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യാം, മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. മോക്ക് എക്സാമിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ അറ്റൻഡ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ നിങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതിന് എക്സാം ആയിട്ട് തന്നെ കാണുക, എക്സാം കഴിഞ്ഞ പാടെ അത് റിവൈസും ചെയ്യുക, എന്താണെങ്കിലും തെറ്റിയത് അത് അനാലൈസും ചെയ്യണം. അല്ലാതെ വെറുതെ ചെയ്ത് പോയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ കണ്ടു മുന്നോട്ട് പോയിട്ട് എന്താ ഗുണം, അത് അനാലിസും ചെയ്യണം. എന്താണ് ഇവിടെ പറ്റിയത്, എന്തുകൊണ്ടാണ് തെറ്റിയത്, എനിക്ക് ബോട്ടണിയിലാണോ സുവോളജിയിലാണോ മാർക്ക് കുറവ്, ഫിസിക്സിലാണോ കുറവ്, അല്ലെങ്കിൽ എന്റെ കാൽക്കുലേഷൻ ആണ് തെറ്റിയത്, എന്റെ ഇക്വേഷൻ ആണ് തെറ്റിയത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അപ്പൊ അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാനുള്ളത് ബയോളജി ഒരു ബോർ സബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെടണം അതിനെ. പിന്നെ വായിക്കുമ്പം ആദ്യം തന്നെ പിടിച്ച് അടിവരയിടാൻ നിൽക്കരുത്. ഒരു ചാപ്റ്റർ പഠിക്കുക, അതിന്റെ PYQ ചെയ്യുക, പിന്നീട് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യുക. കുറച്ച് ചാപ്റ്റേഴ്സ് ആകുമ്പോൾ ഒരുമിച്ച് പുതിയ ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം.
അധികം PYQ തന്നെ ഒതുങ്ങി നിന്നാൽ മതി. പിന്നെ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഫൈനലി കൂടുതൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ മോക്ക് എക്സാമിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ചെയ്യാന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ബയോളജി എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളതും NCERT എങ്ങനെ വായിക്കേണ്ടതെന്നുള്ളതും അത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ആൻഡ് അസ്ലാക്, താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് മീ. പ്ലഷർ എന്റെയാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഇനി ഒരുപാട് എപ്പിസോഡിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ആൻഡ് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ എന്തായാലും കാണാം. സോ ടിൽ ദെൻ ബൈ.